എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യാത്ര തുടരുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് കെ ചപ്പാത്ത് അല്ലെങ്കിൽ കരിങ്കുളം ചപ്പാത്ത് എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2006 മുതൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സമരം തുടരുന്ന സ്ഥലമാണ് കെ ചപ്പാത്ത് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം. കോട്ടയത്തു നിന്ന് തുടങ്ങിയ എൻ്റെ യാത്ര ചങ്ങനാശ്ശേരിയും മുണ്ടക്കയവും കുട്ടിക്കാനവും ഏലപ്പാറയും കടന്ന് ചപ്പാത്ത് വഴി കട്ടപ്പനയ്ക്കാണ് ഞാൻ പോകുന്നത്. കുട്ടിക്കാനത്തിനും കട്ടപ്പനയ്ക്കും ഇടയിലാണ് കെ ചപ്പാത്ത് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൻ്റെ സൈഡിലൂടെ പണിതിട്ടുള്ള ഈ റോഡ് ചപ്പാത്തിൽ നിന്നും കട്ടപ്പനയ്ക്ക് ഏകദേശം 93 കിലോമീറ്റർ ദൂരമാണ് ബസ്സിന് വരുമ്പോൾ ഉള്ളത്. ഏകദേശം ഇതിന് 2 മണിക്കൂർ 15 മിനിറ്റോളം സമയം വേണ്ടി വരും. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ തുറക്കുമ്പോൾ വെള്ളം മഞ്ഞുമല, വണ്ടിപ്പെരിയാർ, മ്ലാമല, ശാന്തിപ്പാലം, ചപ്പാത്ത്, ആലാതി, ഉപ്പുതറ, അയ്യപ്പൻകോവിൽ വഴി ഇടുക്കി അണക്കെട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ പെരിയാർ എന്ന് വിളിക്കുന്നത്. കേരളത്തിലെ 44 നദികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ഈ നദിയായതിനാലും ഒരു കാലത്തും വറ്റാറില്ല എന്നതിനാലും കേരളത്തിലെ ജീവരേഖ എന്ന അപരനാമത്തിൽ കൂടി പെരിയാർ അറിയപ്പെടുന്നു. അങ്ങ് കിഴക്കൻ മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ നദി അറബിക്കടലിലാണ് എത്തിച്ചേരുന്നത്. 244 കിലോമീറ്റർ നീളമുള്ള ഈ നദി കേരളത്തിലെ വലിയൊരു ഭാഗം ജനങ്ങളുടെ വൈദ്യുതി, വിനോദസഞ്ചാരം, മത്സ്യബന്ധനം, തീർത്ഥാടനം, ജലസേചനം, കുടിവെള്ളം, ഉൾനാടൻ ഗതാഗതം, വ്യവസായങ്ങൾ തുടങ്ങിയ ബഹുമുഖങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പരപ്പ് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ്. ഇവിടെ നിന്നും പെരിയാർ അയ്യപ്പൻകോവിൽ വഴി ഇടുക്കി അണക്കെട്ടിൽ എത്തിച്ചേരുന്നു. ഇപ്പോൾ മറ്റൊരു ചെറിയ ടൗണിലെത്തി. ഈ വെള്ളം കയറിക്കിടക്കുന്ന സ്ഥലം പെരിയാറിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. ഇടുക്കി ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം കൂടിയാണ് ഇത്. ഇവിടെ വന്നപ്പോൾ തികച്ചും വ്യത്യസ്തങ്ങളായ ഭൂപ്രകൃതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ധാരാളം വീടുകളും വീടിനോട് ചേർന്ന് തന്നെ ധാരാളം കൃഷിസ്ഥലങ്ങളും ഒക്കെയുള്ള മനോഹരമൊരു സ്ഥലമാണ് ഇത്. ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാം ധാരാളം മനോഹരങ്ങളായ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ചപ്പാത്ത് മുതൽ കട്ടപ്പന വരെ മറ്റ് നിരവധിയായ സ്ഥലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സ്ഥലങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടത് അഞ്ചുരുളി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇരട്ടയർ ഡാമിൽ നിന്ന് 5 കിലോമീറ്റർ ടണലിലൂടെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന സ്ഥലമാണ് അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലം. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോ ഈ പറഞ്ഞ അഞ്ചുരുളിയെക്കുറിച്ചുള്ളതായിരുന്നു. വളരെ മനോഹരമായൊരു സ്ഥലമാണ് അത്.
അഞ്ചുരുളി കൂടാതെ മാട്ടുക്കട്ട, മേരികുളം, വെള്ളിലാംകണ്ടം, മുരിക്കാട്ടുകുടി, സ്വരാജ്, ലബക്കട, കാഞ്ചിയാറ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെയെല്ലാം പോയിട്ട് വേണം കട്ടപ്പനയിൽ എത്തിച്ചേരുവാൻ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പ്രധാനമായും ഏലമാണ് കൃഷി ചെയ്തു പോരുന്നത്. അതുകൂടാതെ മറ്റ് നാണ്യവിളകളും ഇവിടെ കൃഷി ചെയ്തു പോരുന്നു. ഇനി പോകുന്ന കട്ടപ്പനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കട്ടപ്പന ഹൈറേഞ്ചുകൾക്കുള്ളിൽ ഒരു നിർണായക വാണിജ്യ കേന്ദ്രമായി വളർന്നു. കട്ടപ്പനയുടെ വാണിജ്യ വിജയത്തിന് വഴിത്തിരിവായത് 2 പ്രധാന റോഡുകളുടെ നിർമ്മാണമാണ്. കോട്ടയം കട്ടപ്പന റോഡ്, പുളിയന്മല തൊടുപുഴ സംസ്ഥാന പാത എന്നീ 2 പ്രധാന റോഡുകളാണ് അവ. അതുപോലെ തന്നെ കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തിനും മൂന്നാറിനും തേക്കടിക്കും ഒക്കെ പോകാൻ സൗകര്യമുണ്ട്. ഇടുക്കി ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് കട്ടപ്പന. പൈനാവിലെ ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 21 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 950 മീറ്റർ ഉയരത്തിലാണ് കട്ടപ്പന സ്ഥിതി ചെയ്യുന്നത്. കട്ടപ്പനയുടെ സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലായി ഏലം കൃഷി പ്രവർത്തിക്കുന്നു. പട്ടണത്തിൻ്റെ സാമ്പത്തിക ക്ഷേമം ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് ഏലം കൃഷി. സ്പൈസസ് ബോർഡിൻ്റെ ഒരു ഓഫീസ് കട്ടപ്പനയിൽ ഉണ്ട്. ഇതുകൂടാതെ കട്ടപ്പന നഗരത്തിനടുത്തുള്ള പുറ്റടിയിൽ ഒരു സ്പൈസസ് പാർക്കും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഏലം ഓപ്ഷനിൽ പോകുന്നത്. ഈ നഗരത്തിൽ ഗവൺമെൻറ്റും അല്ലാത്തതുമായ നിരവധി സ്ഥാപനങ്ങളാണ് ഉള്ളത്. നിരവധി സ്കൂളുകളും കോളേജുകളും പ്രശസ്തങ്ങളായ ഹോസ്പിറ്റലുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് കട്ടപ്പന. മറ്റനേകം സഹപാഠികളോടൊപ്പം എൻ്റെ കലാലയ ജീവിതത്തിന് സുപ്രധാനമായൊരു പങ്കാണ് ഈ നഗരം വഹിച്ചിട്ടുള്ളത്. ആ കാലഘട്ടങ്ങളെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ഇന്നും മനസ്സിലൂടെ കടന്നു പോകുന്നു. ഈ നഗരത്തിലൂടെ എപ്പോൾ സഞ്ചരിച്ചാലും
ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ രണ്ടാമത്തെ വലിയ മുനിസിപ്പാലിറ്റിയാണ് കട്ടപ്പന. ചുറ്റുമുള്ള പ്രദേശത്തെ വാണിജ്യ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമായി കട്ടപ്പന എന്ന് പ്രവർത്തിക്കുന്നു. 1950കളിൽ പാല, കാഞ്ഞിരപ്പള്ളി, തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ചേർന്നാണ് കട്ടപ്പന എന്ന ഈ നഗരം രൂപീകരിക്കുന്നതിൽ പ്രധാനമായി പങ്കുവച്ചിട്ടുള്ളത്. 1962 ഗ്രാമപഞ്ചായത്ത് പദവി ലഭിച്ചു. പിന്നീട് 2015 പട്ടണത്തിന് മുനിസിപ്പാലിറ്റി പദവി ലഭിച്ചു. ഇപ്പോൾ ബസ് പോകുന്നത് പഴയ ബസ് സ്റ്റാൻഡ് വഴി പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇതാണ് പഴയ ബസ് സ്റ്റാൻഡ്. വളരെ കൺജസ്റ്റഡായ ഒരു ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ടാണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കേണ്ടതായി വന്നത്. കലാലയ കാലഘട്ടത്തിൻ്റെ സമയത്ത് വളരെ സജീവമായിരുന്ന ഒരു ബസ് സ്റ്റാൻഡായിരുന്നു ഇത്. അന്നുണ്ടായിരുന്ന ബുക്ക് സ്റ്റാളും പൂക്കടയും ഇന്നും ഇവിടെ ഉണ്ട്. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മനോഹരങ്ങളായ മലനിരകളെ നമുക്ക് കാണാം. എന്നാൽ പുതിയ ബസ് സ്റ്റാൻഡ് വളരെ താഴ്ന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടാണ് ബസ് ഇറങ്ങിപ്പോകുന്നത്. Thank you for watching.